ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം എത്ര മഹത്വമുള്ള ദൈവമോ. ഹല്ലേലൂയ. മോശയോട് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, എന്നെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, കാണാൻ കഴിയത്തുമില്ല. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. എങ്കിലും മോശ ദൈവത്തിന്റെ മുഖമല്ല കണ്ടത്. സ്തോത്രം. കർത്താവിന്റെ പുറഭാഗം ദൈവം തന്നെ കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ വിളിച്ചു തരുന്നത് എന്താ? നമ്മളെ വിളിച്ച ദൈവം എത്ര മഹത്വമുള്ള ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ അപ്പനെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ സ്വന്തം മക്കളായി തീരാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. നമ്മൾ അനുഭവിക്കുന്നത് ഈ ലോകത്തിന്റെ സ്നേഹമല്ല, നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മൾ അനുഭവിക്കുന്നത് ദൈവം തരുന്ന സമാധാനമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തെ നമുക്കുള്ള പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഇതൊന്നും വിലമതിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം വിലയേറിയ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതുപോലെ അതെല്ലാം നമുക്ക് ഓർത്ത് നമ്മുടെ കർത്താവ് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം എത്ര ആഴമുള്ള സ്നേഹമാണ്. ഈ ലോകത്തിൽ മനുഷ്യൻ സ്തോത്രം ചെയ്യുന്ന മനുഷ്യ സ്നേഹത്തിന്റെ പുറകെ പോയി ദുഃഖത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര ആഴമുള്ള സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നവരാ. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കും. ഈ ഭൂമിയിൽ നമ്മൾ ആ ദൈവ സ്നേഹത്തിൽ വസിക്കുന്നവരാ. ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും നമുക്കറിയാം, ദൈവം നമുക്ക് തന്ന ആത്മീയ നന്മകൾ നാം തിരിച്ചറിയുന്നവരാണെങ്കിൽ, അത് നാം അനുഭവിക്കുന്നവരാണെങ്കിൽ, അത് നാം രുചിച്ചു നോക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികൾക്കും, ഒരു ഭൗതിക തലങ്ങൾക്കും നമ്മുടെ സന്തോഷത്തെയോ സമാധാനത്തെയോ ഒന്നും എടുത്തു കളയാൻ കഴിയില്ല. അതിനേക്കാളെല്ലാം 1000 മടങ്ങ് പദവിയിലാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. അതുപോലെ കാരണം ആ തിരിച്ചറിവോടെ നമ്മുടെ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ പാടി ദൈവത്തിന് നന്ദി പറഞ്ഞത്, ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം കർത്താവ് നീ എന്റെ ഉള്ളത്തിൽ നൽകിയിരിക്കുക. ഹല്ലേലൂയ. ആ സന്തോഷമുള്ള ദൈവങ്ങൾക്ക് ദൈവസന്നിധിയിൽ തുള്ളിച്ചാടാതിരിക്കാൻ കഴിയത്തില്ല. ആ സന്തോഷമുള്ളവർക്ക് മൗനമായി ദൈവസന്നിധി ഇരിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ആരാധനയുടെയും ഹല്ലേലൂയ നമ്മുടെ സ്തുതിയുടെയും നമ്മുടെ കൈയുടെയും പിന്നിലെല്ലാം സ്തോത്രം ചെയ്യുന്ന അതിരുകളില്ലാത്ത ഒരു ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു. ആ സ്നേഹത്തിന്റെയൊക്കെ പ്രകടനമാണ് നമ്മൾ ഈ ആരാധനയിലൊക്കെ കാണുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. കല്ലറയിൽ പല ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന സമയത്തും ഹല്ലേലൂയ സ്ത്രീകൾ അതിരാവിലെ യേശുവിന്റെ കല്ലറക്കയിൽ യേശുവിനെ പൂശുവാനുള്ളതായിരിക്കുന്ന സുഗന്ധവർഗ്ഗം എടുത്തുകൊണ്ട് വരാനുള്ള പ്രേരിപ്പിച്ച കാരണം എന്താ? അവർക്ക് കർത്താവിനുള്ള സ്നേഹമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ. ഒരു പ്രതിസന്ധികൾക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരെ തടുത്തു നിർത്താൻ കഴിയത്തില്ല. ഈ ഭൂമിയുടെ പറമ്പിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം കർത്താവിന്റെ പദ്ധതിക്കകത്ത് നിൽക്കുന്നത് കൊണ്ട് ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും ഈ സ്ഥിതി ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്ഥിതി ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതേപോലെ നമ്മുടെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. നമ്മൾ ആരുമല്ല നമ്മുടെ സ്ഥിതി മാറ്റുന്നത്. നമ്മുടെ ദൈവമാണ് നമ്മുടെ സ്ഥിതി മാറ്റുന്നത്. അതുകൊണ്ട് യാക്കോബിനോടും ഇസ്രായേലിനോടും ദൈവം വിളിച്ചു പറഞ്ഞു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. അപ്പോൾ യാക്കോബ് സന്തോഷിക്കും. സ്വന്തം നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നമുക്കുള്ളതിന് എല്ലാവരും കൊടുക്കാനും തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് സ്വന്തം ജീവനെ തന്ന്. ഹല്ലേലൂയ. പലരും ആ ദൈവിക നന്മ തിരിച്ചറിയാതെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. വെള്ളിയോ പൊന്നോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ദൈവം നമ്മളെ വീണ്ടെടുത്തത്. തന്റെ സ്വന്തം ജീവനെ തന്ന്, സ്വന്തം രക്തം തന്ന് ദൈവം നമ്മളെ തന്നെ മക്കളാക്കി മാറ്റി. ഹല്ലേലൂയ. അങ്ങനെ മക്കളാക്കി മാറ്റി നമ്മളോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ മക്കളെങ്കിൽ ദൈവത്തിന്റെ അവകാശികളാണ്, ദൈവ ഭവനത്തിന്റെ അംഗങ്ങളാണ് നിങ്ങൾ. ദൈവിക നന്മയുടെ ഓഹരിക്കാരാണ് നമ്മൾ. ഹല്ലേലൂയ. ഈ നന്മ നമുക്ക് ചെയ്ത ഈ കർത്താവിനെ നമുക്ക് നന്ദിയോടെ, ഈ സ്നേഹമുള്ള കർത്താവിനെ ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ഹല്ലേലൂയ സ്നേഹത്തിന് വേണ്ടി ഓടി അവസാനം സ്വന്തം ജീവൻ അവനവൻ തന്നെ നശിപ്പിച്ചു കളയുമ്പോൾ നമുക്ക് ഈ ലോകത്തോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, നമ്മളെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മളിലൂടെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമുക്ക് തന്ന ദൈവസ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ. ഹല്ലേലൂയ. ഇതുപോലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ദൈവം നമ്മളെ സ്നേഹിച്ച എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ പാടുന്ന പാട്ട് നമുക്ക് ധ്യാനിച്ച് പാടി സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ വീണ്ടും നമ്മുടെ കർത്താവ് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം.